സ്പൈസ് സാലഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വിഭവമാണ് ബീഫ് ലിവർ ഫ്രൈ. പക്ഷേ ചിലർക്കെങ്കിലും ഇതിൻ്റെ ഈ അയൺ ഫ്ലേവർ കാരണം പലർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ലിവറിൻ്റെ അയൺ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഒഴിവാക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ലിവർ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നടുവേ കീറിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കപ്പ് ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 1.5 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ലിവറിൻ്റെ അയൺ ഫ്ലേവറും അതിൻ്റെ ചൊവയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കാം. ഒരു കുക്കിംഗ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ലിവർ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഇത് ബോയിൽ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും ചേർത്ത് ഇത് നന്നായി ഇളക്കി നന്നായിട്ട് തിളച്ച് വന്നാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ബോയിൽ ചെയ്ത് വെള്ളം കളഞ്ഞ് ലിവർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ലിവർ ചേർത്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പുറം ഭാഗമെല്ലാം നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഓപ്പോസിറ്റ് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവാള, 1 കപ്പ് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത്, ഇനി ഇത് രണ്ടും നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെളുത്തുള്ളി സവാള നന്നായിട്ട് വെന്ത് പതിയൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുകൂടി നല്ല ബ്രൗൺ ആയി കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ നല്ലൊരു ഡീപ്പ് ബ്രൗൺ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഫെനൽ പൗഡർ അതായത് പെരിഞ്ജീരകം പൊടിച്ചത്, 1.5 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റ് ആയി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഓയിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ലിവർ കൂടി ചേർത്ത് കൊടുക്കണം. ലിവർ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എക്സ്ട്രാ ഉപ്പ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 നുള്ള് ക്രഷ്ഡ് പെപ്പർ, ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ അയൺ ഫ്ലേവറെല്ലാം പരമാവധി കുറച്ചുണ്ടാക്കിയതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.